സൗദിയിലും ബഹ്റൈനിലും വീണ്ടും മിസൈൽ ആക്രമണം. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇത്തിഹാദ് എയർലൈൻസ് ഇന്ന് മുതൽ അബുദാബിയിൽ നിന്ന് നിയന്ത്രിത സർവീസ് ആരംഭിച്ചു. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ചാർട്ടേഡ് വിമാന സർവീസുകൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. ഖത്തറിലെ US വ്യോമത്താവളമായ അൽ ഉദൈദിന് നേരെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. സൗദിയിലെ റിയാദിലെ അൽഖർജ് സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി 3 മിസൈലുകളെത്തി. 3 മിസൈലുകളും സൗദി തകർത്തു. ആർക്കും പരിക്കോ നാശനഷ്ടമോ ഇല്ലെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. ബഹ്റൈനിലെ മനാമയിൽ താമസ കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഒരു ഹോട്ടൽ ഉൾപ്പെടെ 3 കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകളുണ്ടായത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഇത്തിഹാദ് എയർലൈൻസ് ഇന്നു മുതൽ അബുദാബിയിൽ നിന്ന് നിയന്ത്രിത സർവീസ് ആരംഭിച്ചു. ഇന്ത്യൻ നഗരങ്ങൾ ഉൾപ്പെടെ 25 വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസുകൾ ഈ മാസം 19 വരെ തുടരും. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തി. ഫ്ലൈ ദുബൈയുടെ പ്രത്യേക വിമാനവും ഇന്നലെ കോഴിക്കോട്ടെത്തി. ട്രാൻസിറ്റ് വിസക്കാർക്ക് ഖത്തറിൽ നിന്ന് സൗദി വഴി മടങ്ങാൻ ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.